സംക്രാന്തി ആഘോഷത്തിന് ശേഷം നവീകരണത്തിനൊരുങ്ങി ജെ.ഡി.എസ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ എച്ച്.ഡി. കുമാരസ്വാമി തന്റെ മകൻ നിഖിൽ കുമാരസ്വാമിക്ക് അധികാരം കൈമാറും. നിലവിൽ നിഖിൽ കുമാരസ്വാമി ജെ.ഡി.എസിന്റെ യുവജന വിഭാഗം അധ്യക്ഷനാണ്. തന്റെ പിതാവ് എച്ച്.ഡി. കുമാരസ്വാമി കേന്ദ്രമന്ത്രിയായതിനാലാണ് ജെ.ഡി.എസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം നിഖിലിന് കൈമാറുന്നത്. യുവാക്കളെ ആകർഷിക്കാൻ കൂടുതൽ യുവ നേതാക്കളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്നത്, സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുത്തതും പാർട്ടി ശക്തിപ്പെടുത്തുന്നതും ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഈ മാസം രണ്ടാം വാരം പാർട്ടി യോഗം സംഘടിപ്പിക്കുന്നുണ്ട്. കുമാരസ്വാമിയുടെ അധ്യക്ഷതയിലാണ് യോഗം. ഓൾഡ് മൈസൂർ മേഖലയിലും വടക്കൻ കർണാടകയുടെ ഏതാനും ഭാഗങ്ങളിലും പാർട്ടി ശക്തി നിലനിർത്തുകയും വീണ്ടെടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. വിജയം കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നിഖിലിന് തന്റെ സംഘടനാ കഴിവ് തെളിയിക്കേണ്ടത് പ്രധാനമാണ്. നിഖിൽ കുമാരസ്വാമി സിനിമ അഭിനേതാവെന്ന നിലയിൽ പ്രശസ്തനാണെങ്കിലും രാഷ്ട്രീയത്തിൽ വേണ്ട വിധത്തിൽ തിളങ്ങാനായിട്ടില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാണ്ഡിയിൽ നിന്ന് ജെ.ഡി.എസ് കോൺഗ്രസ് സഖ്യ സ്ഥാനാർത്ഥിയായും 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാമനഗരിയിൽ നിന്നും മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. അടുത്തിടെ നടന്ന ചന്നപ്പട്ടണ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും നിഖിൽ പരാജയപ്പെട്ടിരുന്നു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.